ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അരുവ് തോർത്തും പീഞ്ഞിട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ കാർണിവൽ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല, വന്നേരം മുതൽ വൻ നെഗറ്റീവാന്ന് കുറേ ആളുകൾ കേട്ടിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മളെ ഷീറ്റ് സെറ്റാക്കി തന്ന റൂമാണ്, എൻ്റെ ഓഫീസിൽ റൂം. ഇത് ബിബിൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബിബി എന്താ പറയല്ലേ? ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. അർജു സ്ഥിരമാണ് പോകുന്നുണ്ട്. ഇസ്തിരിപ്പെട്ടി തേക്കപ്പ തന്നെ. സൂപ്പർ സ്റ്റാർ അനുരാജിന്റെ എൻട്രിയാണ് നിങ്ങളിപ്പോൾ. കൊച്ചിൻ കാർണിവലെ പറ്റി നിങ്ങളോട് സംസാരിക്കാൻ നമ്മുടെ സ്വന്തം ബിബിൻ രാജ് എത്തുന്നതാണ്. ബിബി എന്താ പറയണം? എന്താ പറയണ്ട്? നീ കൊച്ചിൻ കാർണിവലെ പറ്റി രണ്ടോ രണ്ട് ഷർട്ടിന്റെ കൊടുക്കും കൂടി ഇട്ടാകുന്നുണ്ടാവും. അതെല്ലാം പഠിപ്പോ. അതെ, നീ കൊച്ചിൻ കാർണിവലെ പറ്റി എന്താ പറ? കുരിശ് കാണിച്ചാലോ നമുക്ക്? പൊട്ട കൊച്ചിൻ കാർണിവലെ പറ്റി എന്താ പറ? അവിടെ ഇവിടെ വന്നേരം മുതൽ എല്ലാ ആൾക്കാരും പറയുന്നത് കൊച്ചിൻ കാർണിവൽ സീനാന്നോ. പ്രത്യേകിച്ച് നമ്മളെല്ലാം മണ്ടന്മാരാണ്. അതാ മെയിൻ പ്രശ്നം. പിന്നെ ഒരുത്തൻ കുളിക്കുന്നുണ്ട് അത്രേ. ഓൻ ഇറങ്ങിയിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ബാക്കി കാഴ്ചകളിൽ പോകുന്ന വഴി കാണിച്ചു തരാം. ഗായ്സ് ബൈ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പോകുന്നത് ചാവടിക്കാൻ വേണ്ടിയിട്ടാണ്. ചാവടിക്കേണ്ട കാര്യങ്ങൾ സെറ്റ് ആക്കിയത് അർജു 1.5 കൊല്ലം എറണാകുളത്ത് വിലസിയാന്ന് പറഞ്ഞു. ഇവിടുത്തെ പരമശിവാന്ന് അർജു. രാത്രിക്ക് സാമാനം സാമാനല്ല, പിന്നെ ഇന്നലെ രാത്രി നമ്മൾ ഏതോ ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഏതോ മനക്കില്ല ചെങ്ങായിയാണ്. വലിയ കുഴപ്പമില്ലാത്ത ഫുഡാണ്. പിന്നെ അടി കിട്ടണ്ട. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഒന്നും പറയാനില്ല. അങ്ങനെ ഏതോ ഒരു വീട്ടിൽ നിന്ന് അവിടെ താമസം തന്ന് അവരെ പഴം കുത്തിക്കയറ്റുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ടിന് അനുണ്ട്, സപ്പോർട്ടിനുണ്ട്. ഇതായത് ആ പകുതി കൊടുക്കുക. പോവാം. കൈവത്ത് ക്യാമറ കൈവത്ത്. എടാ ക്യാമറക്ക് കൈവത്ത്. എടാ കൈ പൊത്തടാ. ആ നീല ഷർട്ടിട്ട് ഇപ്പം നീ കുളിച്ചിട്ട് വരാൻ 3/4 മണിക്കൂർ എടുത്തുകൊണ്ട് നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ ഉണ്ടാവുമെന്ന് അറിയില്ല. ബാക്കി എല്ലാവരും കുറച്ച് ജില്ലായിട്ടല്ലേ അർജുന്റെ ഡ്രസ്സിംഗ് സെൻസിനെ പറ്റിയിട്ടാണ് സൂപ്പർ സ്റ്റാർ അനുരാഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്യാമറ ഒന്നും പറയുന്നില്ല. സോറി, വേറൊന്നുമില്ല, നാച്ചുറലായിട്ട് ആക്കിയത്. നമ്മളിപ്പം രാവിലെ അങ്ങനെ ഷീറ്റിൻ്റെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് കൊച്ചിൻ കാർണിവൽ മട്ടാഞ്ചേരിയിലേക്ക് ഞാൻ തോന്നുന്നത് കറക്റ്റ് അറിയില്ല. അങ്ങോട്ടേക്ക് പോകുമ്പോൾ അർജുനാണ് മുമ്പിൽ നയിക്കുന്നു. ബാഗിൽ എല്ലാവരും ഉണ്ട്. പക്ഷേ ഇതൊരു ഫുഡ് കഴിച്ചിട്ടില്ല. ഏതോ കിട്ടില്ല ഹോട്ടലിൽ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഫോൺ ചാർജ് ഇല്ല. ഇത് കിടിലം വ്യൂ പോയിന്റ് ആട്ടാ. ഞാൻ പറഞ്ഞില്ലേ പരിപ്പോടാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കല്ല് മാതിരിയുള്ള പരിപ്പോടാ. ഒന്നും പറ്റില്ല. മുസ്ലിം ഫോറസ്റ്റാ പഴംപൊരിന്റെ കുപ്പായി കുടിച്ചാടി ബാക്കി പഴെടുത്തു വിചാരിച്ചത്ര. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഒരു ബസ്സിന് നമ്മൾ പോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ വിളിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. 4 ബസ്സും നമ്മൾ 5 പേര്. അതുകൊണ്ട് ഇതിവിടെ പോയിട്ട് എന്താണെന്ന് അറിയില്ല. എന്നാലും പോയി നോക്കാം. നമ്മളായിട്ട് എത്ര ബസ്സിന് പോരാല്ല. സ്റ്റൈലില്ലേ പറയുന്നതിൽ കേൾക്കുന്നുണ്ടാവുമെന്ന് അറിയില്ല. ഹൈ ക്ലാസ് സൗണ്ട് ക്ലാസ് സെറ്റപ്പ് നമ്മളെ കാണുന്നുണ്ടോന്നും അറിയില്ല. വെയിലടിക്കുന്നുണ്ട്. കുറച്ച് കണ്ണി കണക്കാണ്. ഒരിക്കലും കാലിയായ ബസ്സിൽ കണ്ടക്ടറും ഡ്രൈവറും പരിചയപ്പെടാൻ നമ്മൾ വട്ടത്തിൽ നോക്കുന്നുണ്ട് കാര്യം. കണ്ടക്ടർ ഡ്രൈവർ അവിടെ എത്ര മണിയാകുമ്പോൾ ഫോട്ടോ വെച്ചെത്തും. ഒന്ന് കേൾക്കൂലോ. അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്മസ് സന്ദനം കാണാം. കാണിച്ചു തരാം. ഫോണതാരല്ലേ പ്രഭു കാക്കാടാ.
ഹേ അനു ഹേ അനു നീ ആകാശവാണി എടുത്തല്ല ഇതാണോ ആകാശവാണി അപ്പുറത്തില്ലതാണ് ആകാശവാണി. ഇവിടെ ചർച്ച അടി തുടങ്ങി guys, അടി തുടങ്ങി. ജയിലിനപ്പുറമുണ്ട്. എല്ലാരും കൂടി ബിബിനും പട്ടത്തിൽ ഉപ്പുവാണ്. മേടിച്ച മിനറൽ വാട്ടറിലും ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഞ്ഞ ടീഷർട്ട് ഇട്ട മച്ചൻ്റെ ബാഗിൻ്റെ നീ വെള്ളം എടുത്ത് കുടിച്ചാലും ഞാൻ പലപ്പോഴായിട്ട് ആലോചിച്ചു. പിന്നെ ബിബിയുടെ അപ്പുറത്തില്ല ആ ചെക്കൻ കൊച്ചുകാരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കൊല്ലത്ത്